സർക്കാർ തൊട്ട് പിണറായി വിജയൻ സർക്കാർ വരെ പട്ടികജാതിയിൽപ്പെട്ടവർക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പ് അല്ലാതെ വേറെ ഒന്നും കൊടുക്കാറില്ല എന്നുള്ള വിമർശനം കഴിഞ്ഞ കുറെ നാളായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം കള്ളത്തരമാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഐക്യ കേരളത്തിലെ ആദ്യ ഗവൺമെന്റായ ഒന്നാം സർക്കാരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത PK ചാത്തൻ മാസ്റ്റർ മുതൽ ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ സൂചിപ്പിച്ചാണ് സോഷ്യൽ മീഡിയകളിൽ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്പൂതിരിപ്പാടിന്റെ 57ലെ മന്ത്രിസഭ മുതൽ 2025 എത്തി നിൽക്കുന്ന പിണറായി വിജയന്റെ മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചാത്തൻ മാസ്റ്റർ മുതൽ കേളു വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യ വകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെന്തെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല എന്ന് ഒരിക്കൽ അഡ്വക്കേറ്റ് ജയശങ്കർ വേദിയിൽ ഇരുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ ഉന്നതകുല ജാഥ പരാമർശത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് ജയശങ്കർ ഈ അവാസ്തവം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ മന്ത്രിസഭകളിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഐക്യ കേരളത്തിലെ ആദ്യ ഗവൺമെന്റായ ഒന്നാം മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. പട്ടികജാതി ക്ഷേമ വകുപ്പും ഈ മന്ത്രിസഭയിൽ PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. 1960 മുതൽ 62 വരെ പട്ടം താണുകുള മന്ത്രിസഭയിലെ രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്ത K കുഞ്ഞമ്പു പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. AICC അംഗം കൂടിയായിരുന്ന കുഞ്ഞമ്പു പൊന്നാനി, തൃത്താവല, ഞാറക്കൽ എന്നീ മണ്ഡലങ്ങളിൽ നിന്നായി 3 തവണ കേരള നിയമസഭയിൽ എത്തിയിരുന്നു. 67 മുതൽ 69 വരെയുള്ള രണ്ടാം മന്ത്രിസഭയിൽ വനം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി തന്നെയായിരുന്നു. വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി 3 തവണ കേരള നിയമസഭയിൽ എത്തിയ AK കൃഷ്ണനായിരുന്നു ഈ മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രി. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൊച്ചിൻ പുലയസഭയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു MK കൃഷ്ണൻ. 1980 മന്ത്രിസഭയിലും അംഗം തന്നെയായിരുന്നു. 70 C അച്യുതമേനോൻ മന്ത്രിസഭയിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവായ വെള്ള ഈശ്വരൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയായിരുന്നു. 70 മുതൽ 77 വരെ അദ്ദേഹം ജലസേചനം, ദേവസ്വം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 69 മുതൽ 70 വരെയുള്ള ഒന്നാം അച്യുതമേനോൻ ഗവൺമെന്റിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളയാൾ പട്ടികജാതി ക്ഷേമ വകുപ്പ് അല്ലാത്ത വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന O കോരനായിരുന്നു ഈ മന്ത്രിസഭയിൽ ജലസേചനവും കൃഷിയും വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉൾപ്പെടെ അംഗമായിരുന്ന അദ്ദേഹം രണ്ടാം കേരള നിയമസഭയിൽ നീലേശ്വരത്ത് നിന്ന്, മൂന്നാം കേരള നിയമസഭയിൽ കുഴൽമന്ദത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതേ മന്ത്രിസഭയിൽ തന്നെയാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള PK രാഘവൻ എന്ന CPI നേതാവ് ഭവന നിർമ്മാണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന KK ബാലകൃഷ്ണനാണ് ഈ തരത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പട്ടികജാതി ക്ഷേമ വകുപ്പ് അല്ലാത്ത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മറ്റൊരു മന്ത്രി. വിവിധ മന്ത്രിസഭകളിലായി 4 തവണ അദ്ദേഹം വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 77 കരുണാകരൻ ആന്റണി മന്ത്രിസഭകളിൽ ഏതാനും മാസങ്ങൾ ദേവസ്വം, ഇറിഗേഷൻ, പട്ടികജാതി ക്ഷേമ വകുപ്പുകൾ KK ബാലകൃഷ്ണൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1982 കരുണാകരൻ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായും KK ബാലകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 54 കൊച്ചി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമായിരുന്ന KK ബാലകൃഷ്ണൻ പിന്നീട് ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം 96 വരെ ചാലക്കുടി, ചേലക്കര, തൃത്താക്കര മണ്ഡലങ്ങളിൽ നിന്ന് നിരവധി തവണ കേരള നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. CPIM നേതാവായ AK ബാലനും മികച്ച ഒരു മറുപടി തന്നെയാണ്. 2006 മുതൽ 2011 വരെ കാലത്ത് DS സർക്കാരിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലൻ 2016 മുതൽ 21 കാലഘട്ടത്തിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സാംസ്കാരികം, നിയമം, പാർലമെന്ററി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും വർഷങ്ങളായി വണ്ടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന AP അനിൽകുമാറും കള്ളങ്ങളെ പൊളിക്കുന്ന ഒരു മികച്ച ഉദാഹരണം തന്നെയാണ്. 2004 ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ യുവജനക്ഷേമ വകുപ്പും 2011 മുതൽ 16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്തത് അനിൽകുമാർ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഈ അടുത്ത കാലം വരെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള K രാധാകൃഷ്ണനായിരുന്നു. അതും പലരും മറക്കുന്ന കാര്യം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. ചരിത്രത്തിൽ ഇത്രയധികം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ പട്ടികജാതി ക്ഷേമ വകുപ്പ് അല്ലാത്ത വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നിരിക്കെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഇതുപോലെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ ഏറ്റുപിടിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ മുഴുവനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.